കേരളത്തിൽ നിന്ന് പിന്നെ തെലങ്കാനയിലേക്ക് പോയല്ലോ. തെലങ്കാന ഇവിടെ എന്തോ വ്യവസായ സൗഹൃദമല്ല, ഇവിടെ ആരും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്താ സംഭവം ശരിക്കും? ആക്ച്വലി നടന്നത് എന്താ? ഈ സാബുവിന് 18,000 20,000 രൂപ റേഞ്ചിലുള്ള ജോലിക്കാരെ കിട്ടണം. അത് കേരളത്തിൽ കിട്ടില്ല. അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് ആന്ധ്രയും തെലുങ്കാനും ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ആളെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ സ്ഥലത്ത് കൊണ്ട് അവരെ സ്ഥാപനം വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് കേരളത്തിൽ എന്താണ് വലിയ രീതിയിൽ ഇത് പറയുകയാണ്, എന്ത് കേരളത്തിൽ വ്യവസായ യോഗ്യമല്ല, കേരളത്തിൽ വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ല, വ്യവസായികളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ പറയുന്ന 10-25 വർഷം കേരളത്തിൽ നടന്ന് വളർന്ന് ഈ ലെവലിലെത്തിയ കിറ്റക്സ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരുടെ അച്ഛൻ്റെ കാലത്ത്, കിറ്റക്സ് സാബുവിൻ്റെ അച്ഛൻ്റെ കാലത്തുണ്ടായ സ്ഥാപനമാണ്. ആ സ്ഥാപനം വളർന്ന് ഇത്ര എത്തിക്കഴിഞ്ഞപ്പോഴാണ് സാബുവിന് മനസ്സിലായത് എന്ത് ഇത് വ്യവസായ സ്ഥാപനമല്ല, ഇതിന് യോഗ്യമല്ല, ഇതിന് വ്യവസായ സൗഹൃദമല്ല, ഇത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് കൂട്ടി. എന്നിട്ട് എങ്ങോട്ടാ പോയേ? എന്നിട്ട് തെലുങ്കാന പോയിട്ട് എന്താ ചെയ്തേ? അയ്യോ, കൈക്കൂലി 100 രൂപ കൊടുക്കൂല എന്ന് പറഞ്ഞ സാബുവാണ് 25 കോടി രൂപ BJPക്ക്, അല്ല സോറി ഈ പറഞ്ഞ BRS കൊടുത്തത്. 25 കോടിയാണ്, 1-2 പൈസയല്ല, 25 കോടി BRS അക്കൗണ്ടിൽ കൊടുത്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? 25 കോടി രൂപ വാല്യുള്ള പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടാവും. നോർമലി ചിന്തിച്ചാൽ പോരെ, 25 കോടി രൂപ പ്രോപ്പർട്ടി. അവിടെ ഒരു ഫാക്ടറി എടുത്തിട്ട് പറയുകയാണ് എന്തൊരു നല്ല വ്യവസായ സൗഹൃദം, എന്തൊരു നല്ല വ്യവസായ സൗഹൃദം. ഇത്രയും വലിയൊരു നുണ പറയുന്ന ഒരാൾ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടി പൊളിയായിരുന്നു നന്നായിട്ടോ. ഇത്രയും നാൾ പോയല്ലോ അത്. ഞാൻ പറയുന്നത് അറിയോ, ഈ കിഴക്കമ്പലത്ത് ഈ 4 പഞ്ചായത്ത് ജനങ്ങളെ അവസ്ഥ. കാരണം ഞാൻ പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഈ നാട്ടുകാരെ പറ്റിച്ചു കൊണ്ടുവരുന്ന സാധനം കുറച്ച് ആൾക്കാർക്ക് വീതം വെച്ച് കൊടുക്കുന്നതിന് കണ്ടാൽ മതി. എനിക്ക് അപ്പുറത്തൊന്നും കാണണ്ട. ഇവരെയൊക്കെ വിറ്റിട്ട് തന്നെയാണ് അമേരിക്കയിൽ ഈ പൈസയൊക്കെ കൊണ്ടുവരുന്നത്. അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അവിടെ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത്, അവിടെ ഞങ്ങൾ പിന്നെന്താണ് ഈ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി അങ്ങനെ പൈസ തന്നെയാണ് ഇവിടെ കൊണ്ട് ഉപദ്രവിച്ചത്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ വിഷമിക്കേണ്ട. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയോ, നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് നിങ്ങളുടെ നല്ല കാലം എന്നുള്ളത് മാത്രം കണക്കാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോകാനില്ല. സാബുവിനോട് ഒരു കാര്യം പറയാം, സാബു നിങ്ങൾ ഇത് കണ്ട് പേടിക്കണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോ അല്ലെങ്കിൽ ബിസിനസ്സാണ് നടത്തുക, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കൂ. ഒന്നിന് ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിച്ചിട്ട് എനിക്ക് ബിസിനസ് കൊണ്ടുപോകണം, എനിക്ക് നോട്ടീസ് വരാൻ പാടില്ല, എനിക്ക് കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല, എനിക്ക് നേതാക്കന്മാരൊന്നും കാണാൻ പാടില്ല പറയും. ഇപ്പറേ കൂടെ ഞാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായി എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ യോജിക്കില്ല. ഏതെങ്കിലും ഒന്ന് നടത്തും, ഒന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ബിസിനസ്. അതോടുകൂടി നിങ്ങളുടെ പ്രശ്നം അവസാനിക്കും. ED നോട്ടീസിനെ പേടിച്ചിട്ടാണ് BJPയിലേക്ക് സാബു ജേക്കബിൻ്റെ പാർട്ടി 2020 പോയതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് വാർത്ത നോർമലി കണ്ട് പോയതാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പള്ളു പറയുന്നു. പത്രസമ്മേളനം വിളിച്ചിട്ട് 3 മണിക്ക് ഒരു അരമണിക്കൂർ നമ്മളെ നല്ല രീതിയിൽ പള്ളു പറയാണ്. ഞാൻ നോക്കും നമ്മുടെ ഈ പള്ളു ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 മണിക്ക് ശേഷം ഇരുന്ന് ഒന്ന് അതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഈ സാബു ജേക്കബ് ഇത്രയും വലിയൊരു നുണയുടെ കൊട്ടാരാണ് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പുറകെ പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു 2-3 ഉദാഹരണം പറയാം. ഈ സാബു ജേക്കബിൻ്റെ കമ്പനി ലിമിറ്റഡ് കമ്പനിയാണ്. ഈ ലിമിറ്റഡ് കമ്പനി പിന്നെ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്ത ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ കീഴിൽ 10 കമ്പനി സബ്സിഡറി കമ്പനിയുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്, ഈ കേരളത്തിലുള്ള അതായത് കിഴക്കമ്പലത്തിലുള്ള ഒരു ഫാക്ടറിയിൽ ഈ സാധനം മാനുഫാക്ചർ ചെയ്തിട്ട് അദ്ദേഹം അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. എങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ, ഈ കിറ്റക്സ് USA LLC എന്ന് പറഞ്ഞിട്ട് ന്യൂ ജേഴ്സിയിൽ അമേരിക്കയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഇവിടെ നിന്ന് ഇപ്പോൾ 100 രൂപ വിലയുള്ള ഒരു ഡ്രസ്സാണ് നോക്കുക. ഇവിടെ ഇന്ത്യയിൽ ലിസ്റ്റഡ് കമ്പനിയാണെന്ന് ഓർക്കണേ. ഈ കമ്പനി എന്ത് ചെയ്യും, അമേരിക്കയിലേക്ക് ഒരു 25 രൂപയോ 20 രൂപയോ റേറ്റ് ഇട്ടിട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ എത്ര കൊണ്ടുവന്നാൽ മതി? അവിടുന്ന് ഇങ്ങോട്ട് 100 രൂപ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവിടെ 100 രൂപയ്ക്ക് 20 രൂപ കൊണ്ടുവന്നാൽ മതി. പക്ഷെ അവിടെ എത്രയായിരിക്കും വെക്കുന്നത്? വില കുറച്ച് അയക്കുന്നു. 20 രൂപ റേറ്റിലൊക്കെ അയക്കുന്നു, അവിടെ 100. അപ്പോൾ അവിടെ ആ സാധനം വിറ്റ് 100 രൂപ അവിടുത്തെ കമ്പനി കിട്ടുമല്ലോ. അപ്പോൾ അവിടെ കമ്പനീൻ്റെ ചിലവ് വരുമാനം കഴിച്ചിട്ട് ബാക്കി പ്രോഫിറ്റ് മാത്രം ഇങ്ങോട്ട് അയച്ചാൽ മതി. ഇൻ്റർമീഡിയറി കമ്പനി എന്ന് പറയും. അപ്പം അങ്ങനെ അയച്ചാൽ മതി. എങ്ങനെയാണ്? പക്ഷെ പുള്ളി എന്താ അവിടെ ചെയ്യുന്നതെന്ന് അറിയോ, അവിടെ ആ സാധനം മുഴുവൻ അവിടെ എല്ലാ ഉടായ്പ കളിച്ചിട്ട് അവിടുത്തെ കമ്പനി നഷ്ടമാണ് പോലും. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, സാബുവിൻ്റെ അമേരിക്കയിൽ കമ്പനിയിൽ ഇവിടുന്ന് വിദേശ നാണ്യം ലഭിക്കാൻ വേണ്ടി കോടികളുടെ ഡ്രസ്സ് അങ്ങോട്ട് അയക്കുകയും അവിടുന്ന് കോടികൾ ലാഭം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് വിചാരിക്കുന്നത്. അവിടുത്തെ അമേരിക്കയിലെ കമ്പനി നഷ്ടമാണ് പോലും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അയച്ച സാധനം ഉണ്ടല്ലോ, ഇത് കിറ്റക്സിൻ്റെ സാധനം ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് ഗാർമെൻറ്റ്സ് ഇവിടെ മാനുഫാക്ചർ ചെയ്ത് അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് ആ പൈസ ഇങ്ങോട്ട് തരാൻ അമേരിക്ക കമ്പനീൻ്റെ കയ്യിൽ ഇല്ല പോലും. 118 കോടി രൂപയാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 24-25 118 കോടി രൂപ ഇന്ത്യയിലേക്ക് തരാനുണ്ട്. അത് അവിടുത്തെ കമ്പനി പൂട്ടിപ്പോയി. അവിടെ കമ്പനി പൂട്ടിപ്പോയതല്ല, ആ കമ്പനി നഷ്ടമാണ്. അത് മാത്രമല്ല, അതിൽ ക്യാപിറ്റലായ കമ്പനിയുടെ 27 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും നഷ്ടമാണ് പോലും. അപ്പോൾ എന്താ സംഭവം? അപ്പം ഇത് നോർമലി RBIയുടെ പെർമിഷൻ എടുത്തിട്ടാണല്ലോ ഈ ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ വർഷം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 100-150 കോടി എന്ന് വേവ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ കമ്പനി നഷ്ടമാണ്. ജസ്റ്റ് ED ഒരു നോട്ടീസ് കൊടുത്താൽ മതി. ഒരു നോട്ടീസ് കൊടുത്താൽ സാബു വിറയ്ക്കും. കാരണം എന്താണ്, ഇത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് സെബിൻ്റെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ലിസ്റ്റഡ് കമ്പനിയല്ലേ, സെബിൻ്റെ നോട്ടീസ് എന്നോ. ഈ 25
26-ാം തീയതി 20-ാം തീയതി ഒരു ലെറ്റർ കൊണ്ട് സാബു സെബിയിൽ കൊടുത്തു. എത്രയെന്നറിയോ? 11 ലക്ഷം രൂപ ഫൈൻ അടച്ചിട്ട്. ഏത് ഒരെണ്ണം പോലും പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ല, ഒരു ഫോം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യില്ല, 15AH സബ്മിറ്റ് ചെയ്യുന്നില്ല, ഒന്നും സബ്മിറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 11 ലക്ഷം കൊണ്ട് ഫൈൻ അടച്ചേക്കുക. ഈ മാസം ഈ 20-ാം തീയതിയാണ് അവരെ ചാർട്ടർ അക്കൗണ്ടന്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ലെറ്റർ പിന്നെ കമ്പനി സെക്രട്ടറി കൊണ്ടുവന്ന് ലെറ്റർ ഫയൽ ചെയ്തേക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല, അങ്ങനെ ആരാണ്, പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പം അതിനെന്താ പറയുക, ഒരു അഡ്ജുഡിങ് അതോറിറ്റീനെ വെച്ചു. ഈ അതോറിറ്റിയുടെ പേരെന്നറിയോ? BJ ദിലീപ് എന്നാണ്. അദ്ദേഹം എന്തെന്ന് പറഞ്ഞോ, അഡ്ജുഡിങ് ഓഫീസർ. അതിന് ഇതിന് വലിയ ഈ കമ്പനി വലിയ കള്ളത്തരം നടത്തുന്നുണ്ട്, ഇതിൽ ഷെയർ പാറ്റേണിൽ വലിയ കള്ളത്തരം നടത്തുന്നുണ്ട് പറഞ്ഞ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ് ആര് ഈ പറഞ്ഞ ദയാന ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കമ്പനി സെക്രട്ടറി കമ്പനി അതോറിറ്റിക്ക് ലെറ്റർ കൊടുത്തേക്കാണ്. ഇവരെ കമ്പനി സെക്രട്ടറി പറയാം. ഞാൻ പറയുന്നത് അറിയോ, ഞാനൊരു 2 മണിക്കൂർ ഇവിടെ ഇരുന്നപ്പോൾ കണ്ടെത്തിയ കാര്യമാണ് പറയുന്നത്. വെറും 2 മണിക്കൂർ. കാരണം അദ്ദേഹത്തിന് കമ്പനീൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിൻ്റെ അകത്ത് പിന്നെ എന്താണ് പ്രസിദ്ധമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷേ ഇത്രയും വലിയ ഒരു സാധാരണക്കാരനായി ഞാൻ വിചാരിച്ചപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ ഒരു വയലേഷൻസ് കണ്ടെത്തിയാൽ, എന്നിട്ട് ഇവരുടെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് എന്താ അറിയോ? കമ്പനി സെക്രട്ടറി ഈ 118 കോടി ഇങ്ങോട്ട് കിട്ടാനുണ്ടല്ലോ, ആ കിട്ടാനുള്ളതിൻ്റെ അകത്ത് ഇവർ ഓഡിറ്റ് പറയുന്നത് അറിയോ? മതിയായ തെളിവുകൾ കമ്പനിക്ക് ഇതുവരെ സബ്മിറ്റ് ചെയ്യണം. ഏത് 118 കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതിനുള്ള തെളിവ് പോലും ഇവരുടെ കയ്യിലില്ല. കാരണം അവിടെ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി ഇവിടുന്ന് സാധനം എക്സ്പോർട്ട് ചെയ്ത് അവിടെ വിറ്റ് അവിടെ തന്നെ പൈസ ഉണ്ടാക്കി ഹവാലയിൽ കൂടിയോ മറ്റു സ്ഥലത്ത് കൂടി ഇവിടെ കൊണ്ടുവരികയാണ്. ഇതാണ് സിമ്പിൾ കാര്യം. അതുകൊണ്ടാണ് ഇത് കേരളം അതിന് പറ്റിയ സ്ഥലമല്ല. എന്നിട്ട് വേറൊരു രസം അറിയോ നിങ്ങൾക്ക്? അതിനേക്കാളും വലിയ രസം മദർ കെയർ എന്നാണ് അമേരിക്കയിൽ ഇതിനറിയപ്പെടുന്നത്. മദർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഇവിടെ പല സ്ഥലത്ത് കുടിൽ വ്യവസായം പോലെ ഈ പറയുന്ന സ്ഥാപനങ്ങൾ നടത്തുകയും അമ്മമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ഈ ഗാർമെന്റ്സ് ഇവിടെ നടത്തുന്നത്, അമ്മമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വീടുകളിൽ കുടിൽ വ്യവസായം പോലെ നടത്തുകയാണ്. അപ്പം അമ്മയ്ക്ക് എന്താ മുലയൂട്ടുന്ന അമ്മയ്ക്കുണ്ടെങ്കിൽ ഈ ഗാർമെന്റ്സിൻ്റെ അവിടുന്ന് വേഗം മുലയൂട്ടുന്ന സമയത്ത് കൊച്ചിന് പോയി മുല കൊടുത്ത് തിരിച്ചു വരാനുള്ള സമയം 500 മീറ്ററിനുള്ളിലാണ് പോലും ഈ സ്ഥാപനങ്ങൾ നടക്കുന്നത്. അങ്ങനെ 20 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള പിന്നെ ഏരിയകളാണ്. അങ്ങനെയാണോ കേരളത്തിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുത്തെന്ന് പറയുന്നത് അറിയോ? അടുത്തെന്ന് പറയുന്നത് ഈ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, GOTS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഐറ്റംസ് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ഓർഗാനിക് ഐറ്റംസ് ആണോ സാബു കൂടുതൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയിൽ ഈ GOTS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ എടുത്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്ക്. GOTS എന്ന് പറയുന്നത് ഓർഗാനിക് ഐറ്റംസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു കെമിക്കലും അതിൻ്റെ അകത്ത് പാടില്ല. അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ പെയിന്റിങ് പാടില്ല, അതിൻ്റെ അകത്ത് കളർ ചേർക്കാൻ പാടില്ല. അങ്ങനെയുള്ള സാധനമാണ് പുള്ളി അമേരിക്ക എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ ചെന്നിട്ട് വേറൊരു കഥ ഉണ്ടാക്കിയേക്കാണ്. ഒരു കഥ ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2020 എന്നൊരു സ്ഥാപനമുണ്ട്. അതാണ് ഇവിടുത്തെ 2020 അല്ല, അമേരിക്കയിൽ 2020. അവിടുത്തെ എന്താ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു 2020 എന്ന് പറയുന്ന സംവിധാനം കിഴക്കമ്പലത്തെയും ആ പ്രദേശത്തുള്ള ജനങ്ങളെ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? അയ്യോ ജിമ്മി സാർ നേരത്തെ പറഞ്ഞല്ലോ, 1 രൂപയ്ക്ക് പാല് കൊടുക്കുന്നു, 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടില്ലേ? എന്തൊരു നല്ല മനുഷ്യൻ സാബു ചോദിക്കുമ്പോൾ അവിടെ കോടികൾ ഉണ്ടാക്കാന്ന് അമേരിക്കയിൽ പോയിട്ട്. എന്നിട്ടാണ് പറയുന്നത് അതാണ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സാധാരണ യൂറോപ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടുത്തെ കോഫിയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂറോപ്പിലൊക്കെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, ബാക്ക്വേർഡ് ആയ ഡിസ്ട്രിക്റ്റുകളിലും ബാക്ക്വേർഡ് സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ട് അവിടെ കിട്ടുന്ന ലാഭത്തിൻ്റെ 50-70% കൊടുത്തു കളയും. കാരണം അവർ 100 രൂപ വിറ്റാൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് 100 രൂപ ലാഭം ഉണ്ടെങ്കിൽ അതിൻ്റെ 70% ഒരു 30% എടുക്കുള്ളൂ. ബാക്കി 70% എന്ത് ചെയ്യും? ഈ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ കിട്ടുന്ന പണമുണ്ട്. അപ്പോൾ ഈ അമേരിക്കയിൽ ചെന്നിട്ട് അറിയാം കേരളത്തിൽ ഞാനത് മദർ കെയർ നടത്തുന്നു, ഞാനിവിടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കി അവിടെ കിറ്റക്സ് USA LLC എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലുള്ള എല്ലാ കച്ചവടം നടത്തിയിട്ട് ഇവിടുന്ന് ആ കമ്പനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ കണ്ടില്ലേ, ഞാനാണ് കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്. സുനിൽ പറഞ്ഞാണ് കറക്റ്റ് കാര്യം. അവിടുത്തെ കമ്പനി പൊട്ടിപ്പാളീസായിട്ടാണത് അമേരിക്കയിലെ. എന്നിട്ട് സാബു ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ 118 കോടി രൂപേൻ്റെ ലോസ് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ല. അമേരിക്കയിൽ ഈ പറയുന്ന 27 കോടി ക്യാപിറ്റൽ ഉണ്ടാക്കിയത് അത് നഷ്ടപ്പെട്ടു, 118 കോടി ലോസുമായി. ഏകദേശം ഒരു വർഷം 130-140 കോടി രൂപ അവിടെ ലോസായി. അതുപോലും അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല. അതെനിക്ക് വേവ് ഓഫ് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാബു. അത് തിരിച്ചു കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ സാബുവിൻ്റെ അവസ്ഥ. പിന്നെ സാബു BJP വിളിക്കേണ്ട കാര്യമുണ്ടോ? നോട്ടീസ് കിട്ടുമ്പോഴും ആ നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ കേട്ടിപ്പോവും. GST വയലേഷൻ സാബുവിന് നോട്ടീസ് ഉണ്ടോ നോക്കിക്കേ. ഈ പറയുന്ന പൈസ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്താൽ ആ ബില്ല് ഓഫ് മെറ്റീരിയലിന് എത്രയാണോ എമൗണ്ട് ഫിക്സ് ചെയ്ത് ആ എമൗണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? അത് വരാതെ അത് വേവ് ഓഫ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫെമ വയലേഷൻ എന്ന് പറയാം. അതിനാണ് പറയുക ഫെമ വയലേഷൻ. ഞാൻ വിചാരിച്ചു എന്തിനാണോ ഈ കേരളത്തിലെ എത്രയോ ആൾക്കാർക്കെതിരെ ED നോട്ടീസ് റിപ്പോർട്ട് ചെയ്ത് വാർത്ത കൊടുക്കുന്ന ഇല്ലേ? എത്ര ആൾക്കാരെ ED വാർത്ത ഈ ED നോട്ടീസ് നടത്തി സാബു ഇങ്ങനെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് എന്താ ഞാൻ വിചാരിച്ചു.
കാരണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി എന്നെ ഇരുന്ന് ഇങ്ങനെ പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിനെ പള്ളു പറയുന്നു, എല്ലാ ചാനലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത കാലത്ത് ഒരു പ്രവണതയാണ് കേട്ടോ, ഏത് വാർത്ത ബ്രേക്ക് ചെയ്താലും നമുക്ക് കിടക്കപ്പുറത്തി ഉണ്ടാവില്ല. ഏത് വാർത്ത ചെയ്താലും അതേ അവസ്ഥയാണ് സാബുവിന്റെ. അപ്പം സാബു ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെന്തായിരിക്കും ഒരു ED നോട്ടീസ്? കാരണം സാബു എന്താ പറയുന്നത്, ഒരു വ്യവസായ സ്ഥാപനം നടക്കുമ്പോൾ ED നോട്ടീസ് ചെയ്യും, RBI നോട്ടീസ് തരും, എന്താ സെബി നോട്ടീസ് തരും, GST നോട്ടീസ് തരും. ഇതിനൊക്കെ ഞങ്ങൾ മറുപടി. അങ്ങനെ ഡെയിലി നോട്ടീസ് കിട്ടുന്ന സാബുവിന് ഒരു ED നോട്ടീസ് കിട്ടിയതിന്റെ വാർത്ത വന്നു വിചാരിച്ച് എന്താ സംഭവിക്കാനുള്ളത്? എന്തിനും സംഭവിക്കാനുണ്ടോ? ഒന്നും സംഭവിക്കാതെ സാബു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ സുനിലും നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ND അങ്ങോട്ട് വിളിക്കണ്ട, പുള്ളി തന്നെ നേരെ പോയി അങ്ങോട്ട് പറയും ഞാൻ NDയിലേക്ക് ചേരുകയാണ്. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നോട്ടീസിന്റെ വാല്യൂ അത്രയുണ്ട്. ഒരു ED നോട്ടീസ് എന്താണെന്ന് സാബു തന്നെ പറയാം. ED നോട്ടീസ് കിട്ടിയാൽ തൂക്കിക്കൊല്ലാൻ വയ്ക്കുമോ? തൂക്കിക്കൊല്ലാൻ വയ്ക്കില്ല, പക്ഷെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. തൂക്കിക്കൊല്ലാൻ വയ്ക്കൂല, ജയിലിൽ പോയി കിടക്കും. അതിന് തൻ്റെ ഇടം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾ എന്താ വാർത്ത കൊടുത്ത് നാളെ രാവിലെ ചോദ്യം ചെയ്ത് വാർത്തയ്ക്ക് മറുപടി ചോദ്യം ചെയ്യുമ്പോൾ ED നോട്ടീസ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയാം നിങ്ങൾ രാവിലെ നോട്ടീസ് കിട്ടുമ്പോൾ നോക്കിക്കോ, ആ നോട്ടീസ് സഹിച്ചു സാവു. അങ്ങനെയുള്ള നോട്ടീസ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കാതിരിക്കേണ്ട. ഇതിനേക്കാളും വലിയ നോട്ടീസ് നമ്മൾ അത്യാവശ്യം കണ്ടിട്ടാണ് ഈ കസേര ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേടിപ്പിക്കാൻ വേണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാബുവിനെ പോലെ ചെറിയ രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ BJPന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന EDന്റെ ഭാഗത്ത് നോട്ടീസ് കിട്ടിയ എന്താ അവസ്ഥ ആയിരിക്കും? ഇത് ചെറിയ പൈസയല്ലെന്നേ ഞാൻ പറയുന്നത്. 10,000, 1,000, 1,500 കോടി രൂപ എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് ഈ കാര്യം പറയുന്നത്. ഒന്നും രണ്ട് പൈസയല്ല, ഇത് 118 കോടി ഒരു വർഷം, 27 കോടി അടച്ചത് പോയി. അപ്പൊ ഇത്രയും ഉണ്ട്. അപ്പൊ ഇത് മാത്രം. ഇനി ഞാൻ പറയുന്നത് ഈ 1 മണിക്കൂർ കൊണ്ട് ഇത്രയും ഉണ്ടെങ്കിൽ ഇവരൊരു 4 വർഷത്തെ വെറുതെ ബാലൻസ്. ഞാനതാണ് പറഞ്ഞത്. ഇപ്പൊ സാബു തന്നെ പറയാ, വളരെ കൂളായിട്ട് പറയാണ്. എന്നോട് ചോദിച്ചത് എന്താ, 5 വർഷത്തെ പിന്നെന്താണ് ബാലൻസ് ഷീറ്റ്, 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്ത് ഹാജരാക്കാനാണ് പറഞ്ഞത്. 1 വർഷത്തെ ബാലൻസ് ഷീറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും മനസ്സിലായി. 1 വർഷത്തെ ബാലൻസ് ഷീറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. 1 വർഷം 2 ഉദ്യോഗസ്ഥർ 2 സ്റ്റാഫിനെ വിളിച്ചപ്പോൾ എനിക്ക് ഇത്രയും മനസ്സിലായി. അപ്പം EDക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ 2018 ശേഷം എന്നിട്ട് പറയാൻ അറിയോ, ഇത് വ്യവസായം ഇങ്ങനെ നഷ്ടത്തിലാവുന്ന സമയത്ത് അവിടെ പൊട്ടും. അത് ശരിയാ, ഇവിടെ അവിടെ പൊട്ടും. പക്ഷെ ഇന്ത്യയിലെ നിയമപ്രകാരം അങ്ങനെ പറ്റത്തില്ല.